ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാലമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കാലം. സംഭവം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ എക്സാം ഉണ്ടെന്ന്. എക്സാം നടന്നു. അതിനുശേഷം പിന്നെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഒന്ന് ചെറുതായിട്ട് പനി വന്നു, പിന്നെ മടി, അങ്ങനെ അങ്ങനെ. എന്തായാലും ഇപ്പം നമ്മൾ തിരിച്ചു വന്നു, ഫുൾ ഓൺ ഫുൾ പവർ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർത്ത് ഇയർ ആണ്. സോ നമ്മൾ ഡെയിലി ഇടാറുണ്ടായിരുന്ന വീഡിയോ തൽക്കാലത്തിനൊന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിലാക്കി മാറ്റൂട്ടോ. അപ്പോൾ അതിന് എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് ലാഗ് അടിപ്പിക്കണില്ല. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ, ഇതിനു മുന്നേ പിക്മി ആപ്പിൻ്റെ 2 എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും മാക്സിമം ഒന്നുകൂടി ഒന്ന് റീവാച്ച് ചെയ്യുക. കാരണം കുറേ കാലമായല്ലോ, ഞാൻ തന്നെ മറന്നുപോയി. അപ്പോൾ പിന്നെ നിങ്ങളും മറന്നു പോയിട്ടുണ്ടാവുമല്ലോ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ സിന്തസിസ് സെൻ്ററാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ നിന്ന് ഹാനാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ആലോചിക്കാൻ തുടങ്ങി. സ്ക്രീനിൻ്റെ ഔട്ട്സൈഡിൽ ഇവിടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും മാസ്റ്റർ അങ്ങനെ അറിയുന്നില്ല. മാസ്റ്ററിന് ആകെ അറിയുക ഫ്രണ്ടിൽ വന്ന് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആരൊക്കെയാണ് ലേസി ആയിട്ടുള്ള ആൾക്കാരെന്ന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും മാസ്റ്റർ ആണെങ്കിൽ ജന, ഹാൻ ഇവരെ രണ്ടുപേരെയും ഫേവറേറ്റ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ജന, എൽസൺ, നിങ്ങൾ രണ്ടുപേരും ആ സിന്തസിസ് സെൻ്ററിലോട്ട് പോ. ഹാൻ, കുഴപ്പമൊന്നുമില്ല, നീ ഒന്ന് പോയിട്ട് വാ. അല്ല, അവിടെ പോയാ എന്താ നമ്മൾക്ക് സംഭവിക്കുക? ഓ അതോ, നീ ചെയ്തത് എന്താണോ അതിനുള്ളത് നിനക്ക് തിരിച്ചു കിട്ടും. ഞാൻ ചെയ്തതാണെങ്കിൽ ഒരു കാര്യമില്ലാതെ ഇതിൻ്റെ ഉള്ളിലോട്ട് എന്നെ വലിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് നീ ചിന്തിക്കുന്നത്. ഓ, ആദ്യമായിട്ടാണ് നിൻ്റെ വായന്ന് ഇങ്ങനെ നല്ല വാക്കുകളൊക്കെ വരുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കെന്താണ് വേണ്ടത്? ഹെൽപ്പാണോ? നിനക്കിനി ഫൈറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനൊന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞേനെ. കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ അകത്തോട്ട് പോകാൻ നോക്കടാ. നീയൊക്കെ എന്തു ദുഷ്ടന്മാരാടോ, എന്നെ പുറത്ത് വിട്. എന്തായാലും അവസാനം എൽസണെ സിന്തസൈസ് ചെയ്തു. സിന്തസിസ് കംപ്ലീറ്റ് ആയിട്ട് ജനയാണെങ്കിൽ ലെവലപ്പായി. ഒപ്പം ഈഗിൾസായി എന്നുള്ളൊരു സ്കില്ലും കിട്ടി. എന്താ ഇപ്പം ശരിക്കും നടന്ന്? അയാളാണെങ്കിൽ പെട്ടെന്ന് ലൈറ്റും വന്ന് പിന്നെ അങ്ങ് ഡിസപ്പിയർ ആയിപ്പോയി. ഈ സ്ഥലത്ത് യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ സാക്രിഫൈസ് ചെയ്യും. ഹാ, അടുത്തത് എൻ്റെ ടേണാ. ഞാൻ പോട്ടെ. എനിക്ക് ഭയങ്കര കൗതുകമുണ്ട് നിങ്ങളിൽ ആരായിരിക്കും അടുത്തതെന്ന് ആലോചിച്ചിട്ട്. അടുത്തത് ഹാൻ, ടോബി, രണ്ടുപേരും പോവാൻ നോക്ക്. ഏ, ഞാനോ? ഓ, ഇവനായിരുന്നോ? ഹാ, നിങ്ങളെന്നെ വീട്ടിലോട്ട് പറഞ്ഞയക്കുകയാണോ? ഓ ഓക്കെ, ഞാൻ വീട്ടിലോട്ട് പോവാടാ. ഈ നശിച്ച സ്ഥലത്ത് നിന്ന് എന്നെ പറഞ്ഞയക്കാണ്. ഓക്കെ, നീ എന്തായാലും അങ്ങനെ തന്നെ വിശ്വസിച്ചോ. സിന്തസിസ് കംപ്ലീറ്റ് ആയി ടോബിയും ഡിസപ്പിയർ ആയിപ്പോയി. ഹാനും ലെവലപ്പായി. കമ്പോഷർ എന്ന് പറഞ്ഞൊരു സ്കില്ലും പാടെ കിട്ടി. നീ എന്തായാലും വളരെ ലക്കിയാണടാ. അപ്പോൾ ഇനി അവനെ ആവശ്യമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനും ആ റൂമിൽ പോയി ഡിസപ്പിയർ ആവുമല്ലേ? നീ എന്തിനാ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനും ഇനി ഒരു ദിവസം യൂസ്ലെസ് ആയി അവരെ പോലെ ഇങ്ങനെ മാറുമോ? നമ്മൾ ഹയർ ഫ്ലോർക്ക് പോകുന്തോറും അവിടെ വരുന്ന മോൺസ്റ്ററും സ്ട്രോങ് ആയിരിക്കും, സമ്മൺ ചെയ്യുന്ന ഹ്യൂമൻസും സ്ട്രോങ് ആയിരിക്കും. നിനക്കൊന്നുകിൽ ശത്രുക്കളുടെ കൈകൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്ത് തീരാ. ഓ, നിനക്കിതൊക്കെ അറിയാലേ. നിനക്ക് ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഫാദർ എന്താണോ പറഞ്ഞ് അതനുസരിക്കാൻ നോക്ക്. കറക്റ്റ് സൈഡിൽ നിൽക്കാൻ നോക്ക്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മളെ ഹാനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം പ്ലീസ്. ഇതെന്താ പെട്ടെന്ന്? നീ എന്തെങ്കിലും വേണ്ടാത്ത വല്ലതും കഴിച്ചോ? നിങ്ങളല്ലേ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സൈഡിൽ നിന്നാൽ നിങ്ങൾ എന്നെ രക്ഷിക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന്. പ്ലീസ്, എന്നെ കൂടെ നിങ്ങളുടെ ഒപ്പം കൂട്ടണം. അമേസി, നീ നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല. സോ ഡോണ്ട് വെറി. എന്നെയും കൂടെ നിങ്ങളുടെ ഒപ്പം കൂട്ടുമോ പ്ലീസ്? ഇതാരപ്പോ? സോറി, ഞാൻ എന്തൊരു മണ്ടനായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ വരുത്തി വെച്ചിട്ടുള്ളൂ. ഞാനൊരു ഭീരു ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഒപ്പം ഫൈറ്റ് ചെയ്യാതെ മാറി നിന്നത്. പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ ആ ചിന്താഗതിയൊക്കെ മാറ്റി. അല്ല, ഞാനിപ്പോൾ നിന്നെ എന്ത് കാര്യത്തിനാണ് വിശ്വസിക്കണേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നീൽ ചെയ്ത് നിൽക്കാം. സോ പ്ലീസ്. കണ്ടിട്ട് അവന് ബുദ്ധി വെച്ചു എന്നാണ് തോന്നുന്നത്. നീ ഇതിനു മുന്നേ മോൺസ്റ്റേഴ്സിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാനും ഇവിടെ വരുമ്പോൾ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓ അതോ,
ഫൈറ്റ് ചെയ്താലേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. തൽക്കാലത്തിന് നീ ഈ സ്പിയർ പിടിച്ചോ. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു വെപ്പണാണെന്ന്. ആ, നീ എന്തായാലും അത് യൂസ് ചെയ്തോ. ഈ മീലി, മിഡ്, ലോങ് ഈ കോൺസെപ്റ്റിനെ കുറിച്ച് വല്ലതും നിനക്കറിയോ? മീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോർട്ട് റേഞ്ചാണ്, സോഡ് പോലത്തെ. മിഡ് എന്ന് പറയുമ്പോൾ അത് സ്പിയർ. ലോങ് റേഞ്ച് ആകുമ്പോൾ അത് അമ്പും വില്ലുമായിട്ട് മാറും. എന്തായാലും ഒന്നുമില്ലാത്ത നമ്മളെപ്പോലൊരു 3 പേർക്ക് ഈ കോമ്പിനേഷൻ എന്തായാലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. സോ നീ ഫൈറ്റ് ചെയ്യാൻ റെഡിയല്ലേ? ഫൈറ്റ് ചെയ്യാനോ? അപ്പം നീ എന്നെ ഇത് പഠിപ്പിക്കുന്നൊന്നുമില്ലേ? ഇന്നേ വരെ ഒരു സ്പിയർ പോലും തൊടാത്ത ഞാൻ നിന്നെ എങ്ങനെയാടാ അത് പഠിപ്പിക്കാമെന്ന് ചോദിച്ച് നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ അവൻ്റെ മുന്നിലോട്ട് ചാടാൻ തുടങ്ങി. ഞാനിതൊക്കെ പഠിച്ചത് സ്വന്തമായിട്ട് തന്നെ. അപ്പോൾ നീയും അതുപോലൊക്കെ അങ്ങ് ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് നിനക്ക് പ്രാക്ടീസ് ചെയ്യാനെങ്കിലും ഒരുത്തനെ കിട്ടിയല്ലോ, അതിന് നീ സന്തോഷിച്ചോ? എനിക്കൊക്കെ ആകെ ഉണ്ടായിരുന്നത് ആ ഒരു സ്കെയർക്രോ മാത്രമായിരുന്നു. ആരോണാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ വരവ് കണ്ടപ്പോഴത്തേന് എന്നെ ആകെ പേടിച്ചു. അവനാണെങ്കിൽ കണ്ണു അടച്ചങ്ങ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഫൈറ്റ് ചെയ്യണതിൻ്റെ ഇടക്ക് കണ്ണടക്കേ അതും പറഞ്ഞ് ആരോൻ്റെ വയറ്റിക്ക് നേരെ ചാടിയൊരു കിക്കണ്ട് കൊടുത്തു. നിനക്കാകെ ഇതേ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്ത ഈ ഫൈറ്റാണെങ്കിൽ ഒരു റിയൽ അല്ല. ഞാനൊക്കെ ഒരു മോൺസ്റ്റർ ആയിരുന്നെങ്കിൽ നീ ഇപ്പോൾ ചത്തിട്ടുണ്ടാവും ഇവിടെ. ഇതവൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ? നീ ഇത്രക്കൊക്കെ ഹാർഷാവേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഈ ഭാരങ്ങളൊന്നും താങ്ങി നടക്കുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. എനിക്ക് വേണ്ടാത്തതൊക്കെ ഞാൻ ഒഴിവാക്കി കളയും. ഏയ്, നിനക്ക് ഫാമിലി ആയിട്ട് ആരെങ്കിലും ഉണ്ടോടാ? എനിക്കൊരു യങ്ങർ സിസ്റ്റർ ഉണ്ട്, അവൾ എന്നെ കാത്തിരിക്കുകയാണ്. അപ്പം നീ എന്നെക്കാട്ടിലും ബെറ്ററാണ്. എനിക്കൊന്നും ആരുമില്ല. നീ ഇനി തിരിച്ച് ചെന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നീ മോൺസ്റ്റേഴ്സിൻ്റെ കൈ കൊണ്ടാണ് മരിക്കണമെങ്കിൽ അത് നിനക്ക് നരകതുല്യമായിരിക്കും. നിനക്കൊക്കെ സിന്തസൈസ് ചെയ്യേണ്ടതാണ് ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ. നിന്നെക്കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റാത്തതൊന്നും നീ തുടങ്ങാൻ നിൽക്കരുത്. ഇപ്പം എന്തായാലും നിൻ്റെ കണ്ണിലുള്ള ദേഷ്യം അതെന്തായാലും കൊള്ളാം. പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഫോർജൊക്കെ ഉണ്ടായി വന്നു. അതാണെങ്കിൽ മാസ്റ്റർ 500 ജെംസ് കൊടുത്തിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുത്തതാണ്. ഇപ്പം എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസിയായി. ബ്ലാക്ക് സ്മിത്തും കൂടി ഉണ്ടാവും നമ്മളുടെ ഒപ്പം. ഐസൽ, നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വാ. നീ ആരാടാ എനിക്ക് ഓർഡർ ഇടാൻ? നിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. നീ വേറെന്തേലും ചോദിക്ക്. നീയല്ലേ ആൾക്കാർക്ക് ഈ ടിപ്സൊക്കെ പാസ് ചെയ്യണ ആള്? അപ്പോൾ നിനക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ പറ്റും. എൻ്റെ ഹോബി തന്നെ ഈ വെബ് സർഫിംഗ് ആണ്. നീ പാസ് ചെയ്യണ ടിപ്സൊക്കെ സ്ട്രാറ്റജി ഫോറം എന്നായിരിക്കും. സോ 10 വെപ്പൺസ് സമ്മൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ് സെൻറ്ററിൽ ഒരു ലെവല് കൂടും. അതിനുശേഷം ബ്ലാക്ക് സ്മിത്തിനെ അൺലോക്ക് ചെയ്യുക. അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ നിനക്കെങ്ങനെയാണ് അറിയുന്നത്? ഇതൊക്കെ പിക്മി ആപ്പിൻ്റെ ഒഫീഷ്യൽ ഫോറത്തിൽ ലോക്കി അപ്ലോഡ് ചെയ്ത കാര്യങ്ങളല്ലേ? നിനക്കെങ്ങനെ ലോക്കിനെ അറിയുക? അതൊക്കെ അറിയാം. ഞാനൊരു പിക്മി ആപ്പ് യൂസർ തന്നെ ആയിരുന്നു. എന്തൊക്കെയായാലും നീയാണെങ്കിൽ ഒരു ലോവർ ലെവലിലുള്ള ഒരു ലോ ലെവൽ ഹീറോ ആണ്. പക്ഷേ സർ ലോക്കി ആണെങ്കിൽ മാസ്റ്റർമാരുടെ മാസ്റ്ററാണ്, ദ ഗോഡ് ഓഫ് പിക്മി അപ്പ്. ഒരു 7 സ്റ്റാർ ഹീറോ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ 1ാം റാങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നേനെ. നിനക്കെന്താ ലോക്കിനെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? അതോ, അദ്ദേഹം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസിബിളാക്കി മാറ്റുന്ന ഒരുത്തനാണ്. നീയും ഒരു പിക്മി അപ്പ് യൂസർ അല്ലേ? ഇതൊക്കെ ഒരു ബേസിക് നോളേജ് അല്ലേ? അല്ല, നിനക്കെങ്ങനെയാണ് സർ ലോക്കിനെ അറിയുന്നത്? എന്തായാലും നിൻ്റെ ഈ സന്തോഷം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ നീ പറഞ്ഞ്? ഐ ആം ലോക്കി. നീ ആരാണെന്ന്? ഡോ എന്ത് നുണയാടോ ഇതൊക്കെ? അക്കൗണ്ട് നമ്പർ 46631913. ഹാക്കിങ്ങിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പിക്മി ആപ്പിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. അത് അക്കൗണ്ട് ഹോൾഡറിനും സെർവർ മാനേജേഴ്സിനും മാത്രമേ അറിയുള്ളൂ. നീ തന്നെ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇനിയും നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ടും കൂടി നിനക്ക് തരാം. നീ ശരിക്കും ലോകിയാണെന്നോ? നോക്കട്ടെ. നോ വേ, റിയലി? ഇത് റിയലാണോ? സർ പ്ലീസ് നിങ്ങളുടെ ഓട്ടോഗ്രാഫ് ഒന്ന് എനിക്ക് തരൂ. അതെങ്ങാനും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ റാഗ്നാർ ലോക്കി ക്ലബിൻ്റെ ടോപ്പ് മെമ്പറായിട്ട് തന്നെ എനിക്ക് മാറാം. റാഗ്നാർ ലോക്കി ക്ലബ്ബോ? അതെന്താ? മാസ്റ്റർ ഓഫ് മാസ്റ്റർ ലോക്കിയുടെ ഫാൻ കഫേയാണത്. ലോക്കിയുടെ ഓട്ടോഗ്രാഫ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് മെമ്പറായിട്ട് തന്നെ മാറാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടോ?
ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. വെയിറ്റ്, ഞാൻ ഇങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത് ശരിക്കുള്ള ലോകിയോട് തന്നെയാണോ? ഞാൻ ഇപ്പോൾ വെറും ഒരു 1 സ്റ്റാർ മാത്രമാണ്. ഇപ്പോഴൊക്കെ എന്നെ എന്തിനാ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യുന്നത്? വെയിറ്റ്, അപ്പോൾ നിങ്ങളില്ലെങ്കിൽ നെഫൽഹൈമറിന് എന്താ സംഭവിക്കുക? നോ ക്ലൂ. നെഫൽഹൈമർ എന്ന് പറയുന്നത് ലോക്കിയുടെ അക്കൗണ്ടിൻ്റെ ലോഞ്ചാണ്. ആ ഒറ്റ ലോഞ്ചിൽ തന്നെ 13 ഫ്ലോർസ് ഉണ്ട്, 20,000 ട്രൂപ്സിനുള്ള കപ്പാസിറ്റി. അതിലുള്ള മോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്സും ലെവൽ 18 to 22 ആണ്. അതുകൊണ്ട് തന്നെ അതൊരു എൻ ഗെയിം പോലെയാണ് ഇപ്പോൾ. അല്ല, അപ്പോൾ നിങ്ങളുടെ 20,000 പേരടങ്ങുന്ന ആ ട്രൂപ്പോ? നിനക്ക് അവരെക്കുറിച്ച് ആലോചിച്ച് സങ്കടം ഉണ്ടെങ്കിൽ നീ അവരങ്ങ് പിരിച്ചു വിട്ടേക്ക്. ഇല്ല, എനിക്കതിന് കഴിയില്ല. എനിക്കറിയാം നീ വെറും ഒരു മിഡിൽ ലെവൽ അഡ്മിൻ മാത്രമാണെന്ന്. ആ, അതൊക്കെ പോട്ടെ. ഈ എനിത്തിങ്ങിൻ്റെ ഓണർ എർത്ത് എന്നുള്ളൊരു ഹ്യൂമൻ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ സമ്മൺ ചെയ്യുന്ന ഹീറോസൊന്നും AI അല്ല അല്ലേ? അതെ, അവരൊക്കെ ഒറിജിനൽ വേൾഡ് വേറെ ആണെന്നേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ ഹ്യൂമൻസ് തന്നെയാണ്. മാസ്റ്റർ എനിത്തിങ്ങിന് അറിയില്ല ഞങ്ങളൊക്കെ ഹ്യൂമൻസ് ആണെന്നുള്ള കാര്യം. അവൻ പിക്മി ആപ്പ് ഇഷ്ടപ്പെട്ട് കളിക്കുന്ന വേറൊരു പ്ലെയർ മാത്രമാണ്. അപ്പോൾ ഞാൻ 100th സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എർത്തേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ? അതെനിക്കറിയില്ല. നിനക്കറിയില്ല? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? സോറി, അതിനെനിക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. പോട്ടെ, കുഴപ്പമില്ല. നീ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ ടവർ ക്ലെയിം ചെയ്യുമ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നെക്സ്റ്റ്, മാസ്റ്ററിൻ്റെ അതോറിറ്റിയിൽ നിനക്ക് എത്രത്തോളം കയറാൻ പറ്റും? ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പ്ലേസുകളൊക്കെ ഓപ്പണും ക്ലോസും ഒക്കെ ചെയ്യാന്നേ ഉള്ളൂ. മറ്റുള്ള മാസ്റ്റേഴ്സിൻ്റെ ലോഞ്ചും ഇതുപോലെ തന്നെ സെയിം ആണോ? കുറച്ച് ഡിഫറൻസ് ഉണ്ട്, പക്ഷേ എല്ലാത്തിൻ്റെയും ബേസ് സെയിം തന്നെയാണ്. ഓ, അപ്പോൾ ഇതുപോലത്തെ 1 മില്യൺ വേൾഡ് ഉണ്ടല്ലേ ഇവിടെ? ഇപ്പം ആലോചിക്കുമ്പോഴാണ് ഈ ഗെയിമത്തെ കാര്യങ്ങളൊക്കെ വേറൊരു വേൾഡത്തെ റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ കെയർലെസ് ആയിട്ടുള്ള ഡിസിഷൻ കാരണം കൊണ്ട് തന്നെ എത്ര ഹീറോസാണ് മരിച്ചു പോയിട്ടുള്ളത്. ഐസേൽ, യെസ്, നിനക്ക് ടവർ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ സഹായിക്കാം നിന്നെ. ഐസേലാണെങ്കിൽ അതൊക്കെ കേട്ട് ആകെ ഹാപ്പിയായി നിൽക്കുക. പിന്നെ നമ്മളെ കാണിക്കുന്നത് പ്രാക്ടീസ് ചെയ്യണ സ്ഥലമാണ്. ജന ശരിക്കൊരു ജീനിയസാണ്. അവൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ആരോണാണ്, അവൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൻ വൈകാതെ തന്നെ മരിക്കാൻ തന്നെ സാധ്യതയുണ്ട്. ആരോണിൻ്റെ ഒപ്പം ഞാൻ ഈസി ആയിട്ടാണ് നിന്ന്, എന്നിട്ട് പോലും അവൻ എൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. നീ ഇങ്ങനെ എപ്പോഴും എന്നെ തന്നെ ഫോളോ ചെയ്ത് നടക്കല്ലേ? എന്താ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങളുടെ നമ്പർ 1 സർവൻറ്റിനെ നിങ്ങൾ ടീച്ച് ചെയ്യില്ലേ ഇനി? നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഹാനെ ഫോളോ ചെയ്യും? അദ്ദേഹത്തിൻ്റെ നമ്പർ 1 സർവൻറ്റ് ഞാനാണ്. മാറി നിൽക്കടേ ഇവിടുന്ന്. ഞാനാണ് നമ്പർ 1 സർവൻറ്റ് അല്ലേ ഹാൻ? യു ബിച്ച്, നിനക്കറിയോ അദ്ദേഹം ആരാണെന്ന്? മാസ്റ്റർ ഓഫ് പെട്ടെന്ന് തന്നെ ഹാനാണെങ്കിൽ ഐസലിൻ്റെ വാ പൊത്തി. എന്തൊക്കെയായാലും ലോക്കി ഹാനിൻ്റെ ഫസ്റ്റ് സർവൻറ്റ് ഞാനാണ്, കേട്ടോടി. ഛേ, ഞാനൊന്നും പറയാൻ പാടില്ലായിരുന്നു. ലോക്കി ഹാനോ? അതാരാ? അതൊന്നും നീ കാര്യാക്കണ്ട, ഇവളൊരു ഇഡിയറ്റാണ്. ഐസൽ, നീയല്ലേ പറഞ്ഞ് നിനക്കിതൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന്? അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോറേജ് ഓപ്പൺ ആക്ക് നീ. ഓക്കെ ഐസൽ, ഇനി ആ ഫോർജ് ഓപ്പൺ ആക്ക്. ഓക്കെ, നിങ്ങൾ ശരിക്കും എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്? ഇതുപോലത്തെ ഒരു തുരുമ്പ് പിടിച്ച ബ്ലേഡൊന്നും കാലാകാലം എനിക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ഐസലിൻ്റെ ഒപ്പമുള്ള കോൺവെർസേഷന് എനിക്ക് മനസ്സിലായതാണെങ്കിൽ ഞാനൊരു ഹാഫ് മാസ്റ്റർ ഹാഫ് ഹീറോ ആണെന്നാ. അങ്ങനെ നോക്കുമ്പോൾ മാസ്റ്റർമാർക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന ഏരിയയിലും എനിക്ക് കയറാൻ പറ്റും. ലോക്കി, നിങ്ങൾ എന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ലെവറ്റൈനാണോ അതോ ബ്രൂണാക്കോ? ഇതുപോലത്തെ ഒരു സ്ഥലത്ത് അതെങ്ങനെ ഉണ്ടാക്കാനാണ് ഞാൻ? ഇവിടെയാണെങ്കിൽ ബ്ലൂ പ്രിൻറ്റും എക്സ്പേർട്ടും ഫെസിലിറ്റിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെനാൽറ്റി വരും. അതിൻ്റെ സക്സസ് റേറ്റ് ആണെങ്കിലോ ഹൊറിബിളുമാണ്. എന്തായാലും ഞാൻ മാനുവലായിട്ട് തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ത്, ട്രിപ്പിൾ പെനാൽറ്റിയോ? അത് എക്സ്ട്രീം ഹെല്ലാണ്. നീ കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇത് മാസ്റ്റേഴ്സിനുള്ള ഒരു മിനി ഗെയിമാണ്. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സും ഇത് ചെയ്യാറില്ല. പക്ഷേ ഇതിൻ്റെ റിവാർഡ്സ് ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ സിസ്റ്റത്തിൻ്റെ മെസ്സേജ് വന്നു, നിങ്ങൾക്ക് 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട്. നോ പ്രോബ്ലം, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇതാണ് ശരിക്കും ഗോഡ്സ് ഹാൻഡ്. ലെജൻഡറി 1000 ഹാൻഡാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓൾറെഡി തന്നെ ടോപ്പ് മെമ്പർ അല്ലേ, അവനറിയാത്ത കാര്യങ്ങളില്ലല്ലോ. അവസാനം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ലോങ് സ്വേർഡ് തന്നെ ക്രാഫ്റ്റ് ചെയ്തെടുത്തു. പിന്നെ ഒരു അയൺ ഷീൽഡും, ജനക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ബോയും, ആരോണിന് വേണ്ടി ഒരു ലോങ് സ്പീറും അവന് ക്രാഫ്റ്റ് ചെയ്തെടുത്തു. ഈ മെറ്റീരിയൽസിനൊന്നും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ സി റാങ്ക് വെപ്പൺസാണ്. നിങ്ങൾ ഇനിയും ക്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണോ? ഇനിയും ഞാൻ ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ മാസ്റ്ററിന് സംശയം വരും. അതെനിക്കിഷ്ടമല്ല. സോ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ലാഗായിരുന്നു. അത് നമ്മുടെ ഹീറോ ആയ ഹാൻ മീൻസ് ലോക്കിയുടെ ഡീറ്റെയിൽസൊക്കെ ആയിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. പിന്നെ കുറച്ച് പ്രാക്ടീസുകളും. പക്ഷേ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു കിടിലം ഫൈറ്റൊക്കെ ഉണ്ട്. സോ അതെല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുന്നവർക്കും ബൈ ബൈ.